രേണുസുതി പഴയ രേണുസുതി ആയിരിക്കാം. ചീത്തയുടെ പൊടിപൂരമാണിപ്പോൾ. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ അഹങ്കാരവുമായി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് എടുക്കാം. ബിഗ് ബോസിൽ സീസൺ 7 പോകുന്നതിന് മുന്നേ രേണുസുതി എന്ന മത്സരാർത്ഥി ഒരുപാട് ഫേമസ് ആയതാണ്, വിവാദങ്ങളിലൂടെയാണ്. ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഹേറ്റേഴ്സ് കുറച്ച് കുറഞ്ഞു, കുറേ പ്രോഗ്രാമും ഒക്കെ ഇതായി. അത് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരി തന്നെ ഓരോ ഇൻ്റർവ്യൂവിലും ഓരോ ഇതൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ ചീത്ത വിളിക്കുന്നത്. അതിനുശേഷം പുള്ളിക്കാരിക്ക് സിനിമയിലോ അതുകൊണ്ടൊക്കെ ചാൻസ് ഒക്കെ കിട്ടി ആൽബം ഒക്കെ ചെയ്തു പോവുകയാണ്. ഇപ്പം പുള്ളിക്ക് പഴയ കഴിഞ്ഞും കൂടുതലും പുള്ളിക്കാരിക്ക് ഹേറ്റേഴ്സാണ്, കൂടുതൽ തെറിവിളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് അഹങ്കാരമുണ്ടോ എന്ന് ആൾക്കാർ പല ആളുകളുണ്ട് ചോദിച്ചു. രേണുസുതിക്ക് ഭയങ്കര അഹങ്കാരമാണ് ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ കാലം മാറുന്ന അനുസരിച്ച് കോലം മാറണം എന്ന് പറഞ്ഞ പോലെ അവരുടെ ശൈലികളും അവരുടെ ഇതിലൊക്കെ വ്യത്യാസം വന്നു. പൈസ കിട്ടുമ്പോൾ അതിൻ്റേതായ ഇതുണ്ടല്ലോ. ഇപ്പോൾ അവർക്ക് അത്യാവശ്യം പ്രോഗ്രാംസ് ഒക്കെ കിട്ടുന്നുണ്ട്, അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട്. പിന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒന്നും പറയാനില്ല. വെറുതെ ഒരു വ്യക്തിനെ നമ്മൾ ചീത്ത പറയുന്നത് നമ്മളാദ്യം നന്നായിട്ട് വേണം മറ്റുള്ളവരെ ചീത്ത വിളിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനതേക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇപ്പോഴും കമൻറ്റുകൾ ഇപ്പോൾ അവരുടെ ഒരുപാട് വീഡിയോയുടെ താഴെ വന്നിട്ട് പച്ചത്തെറിയാണ് ആൾക്കാർ. സത്യം പറയാം, ഇമാതിരി എന്തിനാണോ പച്ചത്തെറി വിളിക്കുക? അവർ ജീവിക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ സത്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ രേണുസുതിക്ക് അവർ ഭർത്താവിനെ ഓർത്ത് അല്ല സൂചാനെ ഓർത്ത് കരഞ്ഞിരിക്കുകയാണ്. അവർക്ക് ആരെങ്കിലും ആ പിള്ളേരെ ഇത് ചെയ്യാനുള്ള ചിലവിന് ആരെങ്കിലും കൊടുക്കും? ഒരൊറ്റ മനുഷ്യൻ പറയും, തെറി പറയുന്ന ഒരൊറ്റ ഒരുത്തനും കൊടുക്കത്തില്ല. ഇപ്പം അവരവരുടെ ഇതായി ജീവിക്കാൻ വേണ്ടി ഓരോ വിഷങ്ങൾ, ചിലപ്പോൾ അതും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മളും ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ ചെയ്യുന്ന രീതി അല്ല നമ്മൾ തീരുമാനിക്കുന്ന രീതി മാത്രമേ അവർ വരണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് അവരുടെ ഇഷ്ടമല്ലേ. ഞാൻ അവരെ ന്യായീകരിക്കുന്നതല്ല. ഇപ്പം പല ആളും എന്നോട് ചോദിച്ചാൽ അവർക്ക് ഭയങ്കര അഹങ്കാരം ആയിരിക്കാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അഹങ്കാരം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കണം. അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. അത് അവർക്ക് പൈസ കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് കാണിക്കണമല്ലോ. പിന്നെ ഭയങ്കര കമൻ്റ് തെറി പറയുന്നവരോട് എനിക്ക് പറയണം, നിങ്ങൾ വേറെ നമുക്കൊക്കെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഭാര്യ എല്ലാവരും ഉള്ളതാണ്. ഞാൻ മാരുടെ കേട്ടോ, എല്ലാവരും പൊതുവായി പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരു ഇതാകുമ്പം നമ്മൾ ഇതുപോലെ പച്ചത്തെറിയൊക്കെ വിളിക്കുമ്പം നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യക്തിയെ മറ്റുള്ളവർ വിളിക്കുമ്പോൾ നമുക്കൊരു വേദന വരികയില്ല. എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ തെറി പറയുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടൊരു കാര്യമാണ്. പല ആളുകളും എന്നോട് ചോദിക്കും, ചേട്ടാ രേണുസുതിയുടെ ഇപ്പോഴത്തെ വീഡിയോയുടെ താഴെ വന്നിട്ട് ആൾക്കാർ മൊത്തം പച്ചത്തെറിയാണ് ചേട്ടാ. എന്ത് പറയാനാണ്? നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ആൾക്കാരോട് എന്നാ പറയാനാണ്? കുറേ ആളുകളുണ്ട് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് തെറി പറയുന്നത്, അവർക്കും ഒരു സുഖം, അത്രയേ ഉള്ളൂ. പക്ഷേ അവരവരുടെ വഴിക്ക് വിടുക. അവർക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ തെറി പറയുന്ന ആൾക്കാർ അവർക്കൊരു ഇത് കൊടുക്കണം, അവർക്കൊരു ജോലി കൊടുത്തിട്ടുണ്ടോ, ഈ ജോലി കൊണ്ട് നിങ്ങൾ ജീവിച്ചു. അല്ലാതെ ചുമ്മാ ഒരു വ്യക്തിനെ അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ എന്തെങ്കിലുമൊക്കെ പിള്ളേരെ വളർത്തണ്ടേ? അപ്പോൾ ഒരു കൊച്ചുള്ളതല്ലേ. പിന്നെ ഒരു സുധിച്ചാണ്ട കൊച്ച്, ആ കൊച്ച് ഇപ്പം യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്, അതിന് അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവരെ ഇങ്ങനെ തെറി വിളിക്കുന്ന ഒരിടയ്ക്ക് പറഞ്ഞാണ്, വീണ്ടും തെറി പറയുമ്പോഴേ അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ബൈ ബൈ.